ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് വൈകുന്നേരം പതിവ് പോലെ പച്ചക്കറിയും ഒക്കെ ഒന്ന് വഴറ്റി നമ്മൾ ഒരു ചെറിയ സാലഡ് പോലെ കഴിക്കുക. അപ്പം ബട്ടർ ഇട്ടു, ചെമ്മീൻ ഇത്രയും കൂടെ ഉള്ളു തീർന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ മുറിക്കാതെ, സാധാരണ മുറിച്ചിടും, മുറിക്കാതെ ഇട്ടു. പിന്നെ ശകല ഉപ്പിട്ടു. ആരൻ വരുമ്പം 5:15 ഇതങ്ങ് ആരൻ കുളിച്ച് എല്ലാം റെഡിയായി വരുമ്പോൾ 5:30 ആകുമ്പോൾ ഈ ഫുഡ് കഴിച്ചാൽ പിന്നെ നമ്മളൊന്നും കഴിക്കണ്ട. ഇത് ഞങ്ങളുടെ ഡിന്നറായിപ്പം. കുരുമുളക് പൊടി ഇട്ടു. നമുക്കിഷ്ടമുള്ളത് എന്നാണ് അതിട്ടാൽ മതി, ഇഷ്ടമില്ല ഇടണ്ട. കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ ഡിന്നർ ഇപ്പം നേരത്തെ കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഹെൽത്തൊക്കെ ഇച്ചിരി മയമാകുന്നുണ്ട്. അല്ലെങ്കിൽ പാതിര ആകുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി ചിക്കൻ മസാല പൗഡർ ഒരു നുള്ളു ഇട്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഭയങ്കര മോശമാവും. പാതിര ആകുമ്പം നമ്മൾ ഈ വൈകിട്ട് ചോറും ഒക്കെ കഴിക്കുമ്പോൾ ഒരു നേരം ഇപ്പോൾ ചോറ് കഴിക്കുകയുള്ളൂ. ഇത് നമ്മളുടെ താമരമുട്ട എന്ന് പറയും, മക്കാന. അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ അത് ഉണ്ടാക്കാമെന്നൊന്ന് പറഞ്ഞു തരണേ. ഇത് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചതിട്ടത് ഞാൻ വീഡിയോ പിടിക്കാൻ മറന്നുപോയി. ടൊമാറ്റോ ഉണ്ട്, ക്യാരറ്റുണ്ട്, മഷ്റൂമുണ്ട്, പിന്നെ ആ ലീഫുണ്ട്, പിന്നെ നമ്മളുടെ കോണില്ലേ, ചെറിയ കോൺ കഴിഞ്ഞ ദിവസം കാണിച്ച് അതൊക്കെ ഉണ്ട് കേട്ടോ. ടൊമാറ്റോ ഉണ്ട്, ടൊമാറ്റോ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിരുന്നത് ഇട്ടു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ചെറിയൊരു ബ്രെഡ് ആഴ്ച 2 ദിവസം ബ്രെഡ് കഴിക്കുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാണ്, ബ്രെഡും മുട്ടയും അങ്ങനെയൊക്കെ കഴിക്കുമല്ലോ. അപ്പം ബ്രെഡ് വാങ്ങിക്കാൻ പോയപ്പം ആരനത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഡേറ്റ് നോക്കിയപ്പം വേണ്ടെന്ന് വെച്ചു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ നാൻ കണ്ടപ്പം മേടിച്ചതായിരിക്കുമെന്ന് തോന്നി. ഇത് ഗാർലിക് നാനാണ്, സൂപ്പറായിട്ടോ. 5 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ്. ഇത് മല്ലിയിലയും ഗാർലിക്കും ഒക്കെ ഇങ്ങനെ തേച്ച സാധനമാണ്. നമ്മളത് ഇച്ചിരി ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇങ്ങനെ തൂത്ത് ചുട്ടെടുക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട, ചുമ്മാ കഴിക്കാം. അപ്പം ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ 2 എണ്ണം ആരൻ കഴിച്ചു, 1 എണ്ണം ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് മിച്ചം ഉണ്ടായിരുന്ന 2 എണ്ണം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇന്ന് 1.5 എണ്ണ ആരണം, 1/2 എണ്ണം ഞാനുമായിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ. ഈ ചെമ്മീനോ അല്ല ചിക്കൻ വേവിച്ച് പൊടിച്ചിട്ടതോ അങ്ങനെ ഈ സാലഡ് ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ബട്ടറിനകത്ത് നമ്മളുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ്. അങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. ഈ ബട്ടറിനകത്ത് ആ മക്കാന താമരമുട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? നല്ലൊരു മണവും ടേസ്റ്റും. പിന്നെ ഇത്രയും വെജിറ്റബിൾസ് എല്ലാം, ലീഫൊക്കെ എല്ലാം അതിനകത്ത് വരുന്നുണ്ടല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചോറും കറികളെക്കാളും ഇഷ്ടം ഇങ്ങനെയുള്ളതൊക്കെയാണ്. 4 നേരവും ഇത് കഴിച്ചാലും നല്ലതാണ്. പക്ഷെ രാവിലെ എനിക്ക് ഇഡലിയോ ദോശയോ ഒക്കെ നെയ്ക്കകത്ത് ഇങ്ങനെ ദോശയോ അല്ലെങ്കിൽ ഇഡലിയോ സാമ്പാർ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ഉച്ചയ്ക്ക് ഒരു തവി ചോറും ഇച്ചിരി മീൻ കറിയും എന്തെങ്കിലും ഒരു തോരനും കഴിക്കണം, അങ്ങനെയൊക്കെ ഇഷ്ടം കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ ഇഷ്ടമാണ്. പിന്നെ വൈകിട്ടൊന്നും കഴിക്കണ്ടല്ലോ. അഥവാ വിശന്നാൽ കുറേ വെള്ളമൊക്കെ കുടിച്ചൊരു പേരയ്ക്ക ഉണ്ട് കണ്ടിച്ച് കഴിച്ചൊക്കെ അങ്ങനെ പാതിരാകുമ്പം കിടക്കാൻ താമസിച്ചെങ്കിൽ വിശക്കുവാണ്, അങ്ങനെയൊക്കെ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആരൻ 5-6 ആയപ്പോൾ വന്നു. നാളെ ആരൻ അവധിയാണ്. അത് നന്നായി. നാളെ ഞങ്ങളുടെ ചർച്ച് ഓപ്പൺ ആവുക. ഇവിടെ മംഗലാപുരത്ത് പുതിയ ചർച്ച്. ഇവിടെ ചർച്ചില്ലായിരുന്നു വർഷങ്ങളായിട്ട് മംഗലാപുരത്ത്. ഞങ്ങൾ വന്നപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചർച്ച് ഒരുക്കി, നല്ല ഒരു പ്ലേസൊക്കെ കിട്ടി. അപ്പോൾ നാളെ എല്ലാ ശനിയാഴ്ചയും 5 തൊട്ട് 7 വരെ ആരാധന സംഘടിപ്പിച്ചിരിക്കുന്ന. ഞായറാഴ്ച ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒഴിവില്ല. അത് കാരണം അത് കോഴിക്കോട് സഭയിലെ പാസ്റ്റർ. കഴിഞ്ഞ സൺഡേ ഞങ്ങൾ പോയില്ലേ കോഴിക്കോട് സഭയിൽ, അവിടുത്തെ പാസ്റ്ററാണ്. അപ്പം ശനിയാഴ്ചയെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം എല്ലാ ശനിയാഴ്ചയും ദൈവം സഹായിച്ച് 5 തൊട്ട് 7 വരെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. അയ്യോ ചർച്ച് കൊതിയാണ്. ചർച്ചില്ലാതെ ഞങ്ങൾക്ക് പാടാം. ആരനാണെങ്കിൽ വയലിൻ വായിക്കണം, എനിക്കാണെങ്കിൽ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കണം. പക്ഷേ ചർച്ചില്ലാതെ വന്നപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഞായറാഴ്ച ചുമ്മാ ഇരിപ്പാണ്. ലൈവൊക്കെ കണ്ടുകൊണ്ട്. ലൈവ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നേരിട്ട് ദൈവമക്കളെ എല്ലാം ഒന്ന് കണ്ട്
അങ്ങനെയൊക്കെ ഇഷ്ടം. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ചായയും ഉണ്ട്, പിന്നെ ഇതാ വെജിറ്റബിൾസും. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ, നല്ലതാണ്. ഞാനൊക്കെ ഒരെണ്ണം പോലും പറഞ്ഞു വന്നത് ഒരു നാൻ പോലും കഴിക്കുമല്ലാത്ത ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കാരണം 2-3 കഴിക്കും. അതുപോലെ ടേസ്റ്റാണ്. പക്ഷെ ഞാനങ്ങനെ അധികം ഫുഡ് കഴിക്കാത്ത ആളായതുകൊണ്ട് വളരെ മയത്തിൽ ഒരെണ്ണം ഇന്നലെ കഴിച്ചു. ഇന്നാണ് ഹാഫാണ്. ശരിക്കും പറഞ്ഞാൽ 2-3 ഒക്കെ കഴിക്കാം കേട്ടോ. അതുപോലെ ടേസ്റ്റാണ് ഗാർലിക് നാൻ. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചത് ബട്ടറിനകത്തോ നെയ്ക്കകത്തോ ചുട്ട് ഇതുപോലെ കഴിക്കണം കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.